മൂവാറ്റുപുഴയിൽ 9 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത്. ആക്രമണമുണ്ടായ പ്രദേശത്തെ തെരുവ് നായ്ക്കൾക്ക് ഉടൻ വാക്സിനേഷൻ നൽകാൻ അടിയന്തര കൗൺസിൽ യോഗം ചേർന്ന് മൂവാറ്റുപുഴ നഗരസഭ തീരുമാനിച്ചു. വ്യാഴാഴ്ച മൂവാറ്റുപുഴ നഗരസഭയിൽ 9 പേരെ കടിച്ച നായക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്നുള്ള ഫലമാണ് വന്നത്. ഇതിന് പിന്നാലെ മൂവാറ്റുപുഴ നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. കടിയേറ്റവർ പ്രതിരോധ കുത്തിവെപ്പിന്റെ തുടർന്നുള്ള ഡോസ് എടുക്കുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന് നിർദ്ദേശം. നഗരസഭയിലെ മുഴുവൻ തെരുവ് നായകൾക്കും അടുത്ത 2 ദിവസങ്ങളിലായി വാക്സിനേഷൻ നൽകും. ഇതിനായി കോട്ടയത്ത് നിന്നും പ്രത്യേക സംഘമെത്തും. 4 വാർഡുകളിലെ തെരുവ് നായ്ക്കളെ പിടികൂടി പ്രത്യേക സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ. ഈ നായ മറ്റു നായ്ക്കളെ കടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു തെളിവുമില്ല, അറിവുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും നായ്ക്ക് കടിയേറ്റിട്ടുണ്ടോ എന്ന് അറിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ നാളെ മുതൽ പട്ടണത്തിലെ ഈ തൃക്ക, വാഴപ്പള്ളി, വിളൂക്കുന്നം, കാവുങ്കര പ്രദേശത്തെ തെരുവു നായ്ക്കളെ പിടികൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. 5 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തിയ വളർത്തുനായ കുട്ടികളടക്കം 9 പേരെയാണ് കടിച്ചത്. പിടികൂടിയ നായയെ നഗരസഭാ കോമ്പൗണ്ടിൽ നിരീക്ഷണത്തിൽ സൂക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഞായറാഴ്ച നായ ചത്തത്. റിപ്പോർട്ടർ, കൊച്ചി.